ഇത് ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പാണ്. ഈ ഒരു കറിവേപ്പ് ഈ ഒരു രീതിയിൽ ഇതുണ്ടോ നന്നായിട്ട് തഴച്ച് വളർന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ രീതിയിൽ കറിവേപ്പ് തഴച്ച് വളരാൻ വേണ്ടി ഒരു 4-5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. നമുക്കപ്പം വീഡിയോയിലോട്ട് പോവാം. മാസത്തിൽ 2 തവണ ഈ ഒരു വളം നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്നായിട്ട് നമ്മുടെ കറിവേപ്പ് നല്ല ഉഷാറായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നത്. ഏകദേശം ഒരു 2 മാസം മുമ്പ് ഞാൻ നന്നായിട്ട് വെട്ടിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ ചോട്ടിൽ നന്നായിട്ട് കൊത്തിയിളക്കി നമ്മുടെ ഈ ഒരു വളം കൊടുത്തിരുന്നു. അതിന് ശേഷമാണ് നന്നായിട്ട് ഈ കാണുന്ന രീതിയിൽ നമുക്ക് തഴച്ച് വളർന്നത്. പിന്നെ കറിവേപ്പിന് ഇല ഒടിക്കുമ്പം നമ്മൾ ഇങ്ങനെ അതിൻ്റെ തണ്ടോട് ചേർത്തിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കരുത്. പകരം നമ്മൾ ഇതേപോലെ കുറച്ച് തണ്ട് വിട്ടിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് വളം ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് മുട്ടയുടെ തോടും ഒപ്പം ഇനിയിപ്പം അതിൻ്റെ മുട്ടയുടെ കുറച്ച് ഭാഗം ഉള്ളിലുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അല്പം കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. അതുകൂടാതെ അത് നമ്മൾ ഒരു മാസത്തിൽ ഒറ്റ തവണ കൊടുക്കാം. അത് ഒരു വളമാണ്. അല്ലെങ്കിൽ സാധാരണയായിട്ട് ഞാൻ കൊടുക്കുന്നത് കഞ്ഞിവെള്ളവും അരിമാവും എന്ന് വെച്ചാൽ നമ്മൾ അരിയൊക്കെ അല്ലെങ്കിൽ ദോശയൊക്കെ ചുട്ടതിൻ്റെ മാവ് ബാക്കിയുണ്ടെങ്കിൽ അത് ഒരു 2 ദിവസം പുളിപ്പിക്കാൻ വേണ്ടി വെക്കും. അതിൻ്റെ അകത്തോട്ട് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റും ഒപ്പം ഒരു അണി ശർക്കര അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അത് പുളിപ്പിച്ച് വെക്കും. അത് പുളിപ്പിക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളത് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നമ്മൾ 1-2 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യും. ഇനി ഡൈലൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അരിച്ച് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ ഇത് അരിമാവാണേ, ഇതിൻ്റെ ഈ തൊണ്ടൊക്കെ ഇല്ലേ അതെല്ലാം നമുക്ക് പെറുക്കി നമ്മുടെ പച്ചക്കറികളുടെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നമ്മൾ നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിൻ്റെ അകത്തോട്ട് ഈ ഒരു കൂട്ട് നന്നായിട്ട് ചേർത്തതിന് ശേഷം ഇനി നമുക്കിപ്പം സാധാരണ പച്ചവെള്ളം ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ എടുക്കുന്നത് നമ്മുടെ മീനിനെ വളർത്തുന്ന കുളത്തിൽ നിന്ന് ആ കുളത്തിലെ വെള്ളമാണ് എടുക്കുന്നത്. അത് ഏറ്റവും നല്ലതാണ്. അപ്പം അതായത് മീനിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും. അപ്പം ഈ ഒരു വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെടികൾക്കും പച്ചക്കറികൾക്കും അതുപോലെ നമ്മുടെ വീടുകളിലുള്ള കറിവേപ്പിന് നന്നായിട്ടൊന്ന് ചോടൊന്ന് കൊത്തി ഇളക്കിയതിന് ശേഷം മാസത്തിൽ 1-2 തവണ കൊടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യാതെ മറ്റുള്ളവർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മടി കാണിക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് നമ്മളെ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, ടേക്ക് കെയർ.